ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും രാഘവനെ ചോദ്യം ചെയ്യാണ് കേട്ടോ പോലീസുകാർ വന്നിട്ട്. അപ്പോഴത്തേനും ഇത് എൻ്റെ മകളുടെ കല്യാണമാണ്, അവളുടെ വിവാഹം ഞാൻ ഒരിക്കലും എന്തായാലും തകർക്കില്ല സാർ എന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, താൻ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിലോ വസുന്ധരയാണെങ്കിലോ വർഷയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോൾ ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും അത് സത്യമുള്ള ഒരു മുതലായതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടും, എന്തായാലും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ തലവേര ഇങ്ങനെയായിപ്പോയല്ലോ, ഇവളുടെ എന്ത് കാര്യം വരുമ്പോഴും ഇവൾക്ക് എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അപ്പുറത്ത് നിന്ന് കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ആ സ്വർണം പോയാൽ പോട്ടെ, പക്ഷേ കൃത്യസമയത്ത് ഇവരുടെ വിവാഹം നടത്തിയിരിക്കും, അതിന് ഇനി ആരും ഒരു അഭിപ്രായം പറയണ്ട, മോള് ചെല്ലകത്തേക്ക് എന്ന് പറയുന്നു. ആ സ്വർണം നമുക്കിപ്പോൾ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ പോലീസ് വന്നതിന് ശേഷം പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു സ്വർണം എടുത്തത് രാഘവനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് പോലീസുകാർ, അയാൾ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നുള്ളത് തിരഞ്ഞു നോക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷമാവുന്നുണ്ട്. വർഷയെ വീണ്ടും ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞയച്ച് വിടുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഇതെല്ലാം പറയുന്നേക്കും വസുന്ധര ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്തൊരു കഷ്ടമാണ്, ആളുകളുടെ വായ അടയ്ക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ മോനെ എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ശ്രീനാഥാണ് ആ സ്വർണം രാഘവനായി എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രീനാഥിൻ്റെ അടുത്തേക്ക് നമ്മുടെ വിവേക് ചെല്ലുന്നുണ്ട് കേട്ടോ, താങ്ക്സ് പറയുന്നുണ്ട്. പക്ഷേ ശ്രീനാഥിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു വിഷമം തന്നെയുള്ളൂ, അല്ലാതെ സന്തോഷമൊന്നുമില്ല കേട്ടോ. പിന്നീട് എല്ലാവരും കൂടി വീണ്ടും മേക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവി പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ്, ഇവളുടെ അച്ഛനാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഇവളെ എന്നെ പറ്റിക്കാനായിട്ട് നോക്കുന്നു, അയാൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള ശിവ പറയുന്നുണ്ട്. ഇന്നലെ അയാളുടെ ഒരു അഭിനയം കാണാവും, പിന്നെ അതുപോലെ ഇന്ന് രാവിലത്തെ അയാളുടെ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ തകർന്നു പോവും, അങ്ങനെ എന്നിട്ട് അവളുടെ സ്വർണം മോഷ്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അയാളെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും ആ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നു. വസുന്ധരയാണെങ്കിലോ വേഗം തന്നെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് പോലീസ് വന്നിട്ട്, ഇതല്ലേ നിങ്ങളുടെ സ്വർണം, എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു. എല്ലാം ഉണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു കേസാക്കി എടുക്കണോ ചോദിക്കുമ്പോൾ കേസാക്കി എടുക്കണമെങ്കിൽ ഈ സ്വർണം ഞങ്ങൾക്ക് തിരിച്ചു തരണം, അതിനുശേഷം തന്നെ കോടതിയിൽ വെച്ച് തന്നെയാണ് ഈ സ്വർണം തിരിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കല്യാണത്തിന് ഇടാനായിട്ട് പറ്റില്ല, ഇന്ന് കല്യാണത്തിന് ഇടാൻ പറ്റില്ല മാഡം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കേസാക്കണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം ഈ സ്വർണം വർഷം ഇടണം, അതാണ് എൻ്റെ ആഗ്രഹം, അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് മാത്രമാണ് കേസാക്കേണ്ടതെന്ന് പറയുന്നത്. അയാളെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അയാൾ എപ്പോഴും കൊടുക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ കല്യാണം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ആ സ്വർണ്ണമൊക്കെ ആയിട്ട് വസുന്ധര ആ ഡ്രസ്സിങ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ സ്വർണ്ണങ്ങളൊക്കെ തിരിച്ച് കിട്ടിയല്ലോ ആൻറ്റി, ഒരുപാട് സന്തോഷമായി, എനിക്ക് ഈ സ്വർണ്ണത്തെക്കാരും ആൻറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകളാണ് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി പറഞ്ഞില്ലേ സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ മതിയെന്നും, അതുകൊണ്ടാണ് എനിക്കിത് തരുന്നത് എന്നുള്ളതും, അതാണ് എനിക്ക് വളരെയധികം സങ്കടമായത്. മോളെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള ആ സ്നേഹബന്ധമാണ് ഏറ്റവും വലുത്, അങ്ങനെയാണെങ്കിൽ സ്വർണ്ണമൊക്കെ താനേ വരും എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, തിരിച്ചു കിട്ടിയില്ലേ, ഇനിയിപ്പോൾ കരഞ്ഞ് വിഷമിച്ചു, ഇനി ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേകും ഫ്രണ്ട്സും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു മനുഷ്യനാണ് വർഷയുടെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആ ഒരാൾ, എന്ത് ചെയ്യാനാണ്, എന്തായാലും കല്യാണം ഒന്ന് കഴിയട്ടെ, അയാളൊന്ന് നമുക്കൊന്ന് പെരുമാറണമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അതിനുശേഷം തന്നെ പിന്നീട് വിവേക് ചിന്തിക്കുന്നുണ്ട്, ശ്രീനാഥിനെ എത്ര നേരമായിട്ട് കാണാനില്ലല്ലോ, അയാളിപ്പോൾ ഇത് എവിടെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം താൻ എങ്ങോട്ടാടോ വർഷയെ കാണാനായിട്ട് പോവാണെന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ, അല്ല വർഷയെ കാണാനൊന്നല്ല, എടാ അത് അവളിപ്പോൾ വരില്ലടാ, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, എടാ പോടാ അതൊന്നും അല്ല എന്ന് പറയുന്നു. അങ്ങനെ ശ്രീനാഥിനെ അന്വേഷിച്ച് വിവേക് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വർണ്ണമൊക്കെ അണിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മുടെ വർഷം നിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, വർഷയെ നിന്നെ എല്ലാവരും ഒന്ന് കണ്ണു വെക്കും, അത്രമേൽ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു, ഒന്ന് ഒഴിഞ്ഞിടുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ അഞ്ചു എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നു. പിന്നെ ശ്രീയേട്ടൻ എവിടെയും ചോദിക്കുന്നുണ്ട്. ശ്രീനാഥ് റൂമിലുണ്ടാവുമായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടൻ്റെ അനുഗ്രഹം വാങ്ങണം, എൻ്റെ രക്ഷകർത്താവല്ലേ ശ്രീയേട്ടൻ, എനിക്ക് അനുഗ്രഹം വേണം, ഇവിടെ വെച്ച് വാങ്ങിച്ചാൽ പോരെ, അത് ശരിയാവില്ല, ആളുകൾ പലതും പറയും, അത് ശ്രീയേട്ടന് ഇഷ്ടപ്പെടില്ല, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചോളാം, എന്നാൽ ഞാനും വരാമെന്ന് അഭി പറയുന്നുണ്ട്. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഒറ്റയ്ക്കും പൊക്കോളാം എന്ന് പറയുന്നു കേട്ടോ.
പിന്നീടാണെങ്കിൽ വിവേക് റൂമിലെത്തുന്നു. റൂമിലെത്തുമ്പോൾ റൂം അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് എന്നെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രീനാഥ്. ആ സമയം ഇത് കാണുന്ന വിവേക് ആകെ ടെൻഷനാവുന്നുണ്ട്. ശ്രീനാഥ് എന്താ ഈ കാണിക്കുന്നത്? തൻ്റെ കയ്യിൽ എന്താ കുപ്പിയല്ലേ ഇരിക്കുന്നത്? തന്നോടല്ലേ പറഞ്ഞത് മദ്യപിക്കരുത് എന്ന്? തൻ്റെ ആരോഗ്യത്തിന് അത് ശരിയല്ലല്ലോ. എനിക്കിനി എന്ത് ആരോഗ്യമാണ് വിവേക് വേണ്ടത്? എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് എൻ്റെ പ്രാണൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ദിവസമാണ്. താൻ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അത്രയും വലുതാണ് വിവേക്. എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ എത്രമാത്രം ആഗ്രഹിച്ച ഒരാളുടെ വിവാഹമാണെന്ന് നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിവേക് ആകെ ടെൻഷനാകുന്നുണ്ട്. താൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അതെ, എൻ്റെ വർഷയുടെ വിവാഹമാണെന്ന്. എൻ്റെ വർഷയായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് ബന്ധം ചോദിക്കുന്നുണ്ട്. അവൾ നിങ്ങളുടെ ഇപ്പോൾ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്തല്ലേ കാണുന്നത്? ആര് പറഞ്ഞു അവൾ എൻ്റെ രക്ഷകർത്താവായിട്ട് കാണാനായിട്ട്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ വർഷ. ആ സമയത്ത് വർഷ എല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ വർഷയെ. കാരണം അവളെ ഞാൻ കിടക്കാൻ പോകുമ്പോഴും അതുപോലെ ഞാൻ ഉണരുമ്പോഴും അവളുടെ മുഖം കണ്ടിട്ട് വേണം എനിക്ക് എഴുന്നേൽക്കാനും ഉറങ്ങാനും. പക്ഷേ ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഭാഗ്യവാനാടോ. കാരണം നല്ലൊരു പെൺകുട്ടിയാണല്ലോ തനിക്ക് കിട്ടിയത്. അവളിലൂടെ തനിക്ക് നല്ല സുഖം തന്നെ ഉണ്ടാവുള്ളൂ, സങ്കടമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും ശ്രീനാഥ് വർഷയെക്കുറിച്ച് പറയുകയായിരുന്നു. പിന്നെ വിവേക് ചോദിക്കുന്നുണ്ട്, തന്നെ രക്ഷകർത്താവായി കണ്ട അവളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആര് പറഞ്ഞു അവളോട് എന്നെ രക്ഷകർത്താവായി കാണാനായിട്ട്? ഒരു ദിവസം വന്നിട്ട് എൻ്റെ രക്ഷകർത്താവാണ് ശ്രീയേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യൂടാ? പ്രണയിച്ചൊരു പെണ്ണ് ഇങ്ങനെ വന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളോട് ഞാൻ പറയണമായിരുന്നോ? ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. നീ എൻ്റെ ഇത് മാത്രമാകണം, മറ്റൊരാൾ നീ വിവാഹം കഴിക്കരുതെന്ന് എനിക്ക് സാധിക്കില്ല പറയാൻ. കാരണം അവളുടെ മനസ്സിൽ മുഴുവനും സന്തോഷം മാത്രമാണ് ഞാൻ കണ്ടത്. അവളോട് ഞാൻ എങ്ങനെ പറയാനാണ്? പക്ഷേ ഇന്ന് മുതൽ എൻ്റെ ജീവിതം ആകെ മാറി മറിയുകയാണ്. എന്തായാലും താൻ ഭാഗ്യം ചെയ്തവനാണോ എന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ വിഷമത്തിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ വർഷ. വിവേകിനും ഇതൊന്നിതാ പറയേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയായി. കാരണം അത്രമേൽ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ താൻ ഭാഗ്യം ചെയ്തവനാണോ, അവളെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ തനിക്ക് കിട്ടിയില്ല, തൻ്റെ ജീവിതം സുഖകരമായിരിക്കുന്നു വീണ്ടും പറയുന്നു. ആ സമയത്ത് പൊട്ടിക്കരയുന്നുണ്ട് വർഷ കേട്ടോ. അത് കേൾക്കുന്ന രണ്ടുപേരും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് വർഷയാണ് കാണുന്നത്. ശ്രീനാഥ് പറയുന്നുണ്ട്, വർഷ എന്ന് പറയുന്നുണ്ട്, ഇനി ഒറ്റ അക്ഷരം എന്നോട് പറയരുതെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ട്. എന്നോട് ഇനി മിണ്ടി പോകരുതെന്ന് പറയുന്നു. അങ്ങനെ വർഷ എല്ലാവരും തട്ടിത്തെറിപ്പിച്ചിട്ട് ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. മനസ്സ് അത്രമേൽ വിഷമിക്കുന്നുണ്ട്. കാരണം വർഷ എന്താ പറയുക, ഈ ഒരു അവസാന ഘട്ടത്തിൽ വർഷയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവൾക്ക് എന്താ പറയുക, മനസ്സ് തലവിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഓടുന്നു. അങ്ങനെ വസുന്ധര ദേവി അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. വർഷ മോളെ നീ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധരയും ഫ്രണ്ട്സിനെയും എല്ലാം തട്ടിത്തെറിപ്പിച്ച് വർഷം മുന്നോട്ട് ഓടുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ ശ്രീനാഥും വിവേകും കൊണ്ട് കേട്ടോ വർഷയെന്ന് വിളിച്ചുകൊണ്ട്. പക്ഷെ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഓടിയിട്ട് മഴയത്ത് ഇറങ്ങുന്നുണ്ട് വർഷ. അങ്ങനെ മഴയത്ത് കൂടെ ഓടുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ സംഭവിക്കാൻ, ഒരു പക്ഷേ ആക്സിഡൻറ്റ് വല്ലതും ആകുമെന്ന് ചോദിച്ചാൽ അതറിയാൻ പറ്റുന്നില്ല. എന്തായാലും വർഷയുടെ ജീവിതം ഇനി മാറുകയാണ്. എന്തായാലും ഈ വിവാഹം നടക്കില്ല എന്നുള്ളത് ഉറപ്പായി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കാണിക്കുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡായിട്ട് വേണം കാണാൻ.